ഹലോ എവരിവൺ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മൂന്നാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 ലെക്ചറിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കുറച്ച് ബേസിക് ഡെഫിനിഷൻസും നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും ഒക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇനിയുള്ള ലെക്ചറുകളിൽ നമ്മൾ കാണാൻ പോകുന്നത് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിയാൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ കാണുന്നത് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ നോക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേരിയബിൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നോക്കാം. എ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദ ഫോം dy by dx is equal to gx into hy, where gx is a function of x and hy is a function of y is called a separable equation or to have separable variables. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ ഫോമിലാണ് ഉള്ളതെങ്കിൽ dy by dx is equal to gx into hy, അതായത് നമുക്ക് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എക്സിന്റെ വേരിയബിൾസിനെയും വൈയുടെ വേരിയബിൾസിനെയും നമുക്ക് സെപ്പറേറ്റ് ആക്കി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എഴുതുമ്പോഴത്തേക്കും ജി എന്നുള്ളത് എക്സിന്റെ മാത്രം ഒരു ഫംഗ്ഷൻ ആയിരിക്കും, എച്ച് എന്നുള്ളത് വൈയുടെ മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം അങ്ങനെ 2 തരത്തിൽ നമുക്ക് എക്സിനെയും വൈനെയും കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഇക്വേഷൻസിനെയാണ് നമ്മൾ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. മെത്തേഡ്സ് ഓഫ് സോൾവിങ് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കൺസിഡർ ചെയ്യുന്നു. dy by dx ഈക്വൽ ടു gx into hy, അതാണ് നമ്മുടെ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പം നമ്മൾ ആദ്യമേ ഇതിനെ 2 കേസായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ കേസിൽ നമ്മൾ hy 1 ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ hy 1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഇത് സോൾവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ hy 1 ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും ഉള്ളത്? dy by dx is equal to gx എന്നുള്ള ഫോമിലായിരിക്കും ഉള്ളത്. അപ്പൊ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ dxനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് dy is equal to gx into dx എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് വൈ വേരിയബിളിലുള്ള ഫംഗ്ഷൻസ് മാത്രമാണുള്ളത്, അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് എക്സ് വേരിയബിളിലുള്ള ഫംഗ്ഷൻസ് മാത്രമാണുള്ളത്. അപ്പം നമുക്ക് ഇതിനെ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇന്റഗ്രൽ dy is equal to ഇന്റഗ്രൽ gx into dx പ്ലസ് c എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ ഈ ഇന്റഗ്രൽ dy എന്ന് പറയുന്നത് y തന്നെയാണ്. ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഇൻവേഴ്സ് ഓപ്പറേഷൻസ് ആണ്. നമ്മൾ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും കൂടെ നമ്മൾ ഒരുമിച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ y തന്നെയാണ് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്റഗ്രൽ dy ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് y ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ ഇക്വേഷനെ നമുക്ക് കിട്ടുന്നത് y is equal to ഇന്റഗ്രൽ gx dx പ്ലസ് c എന്നാണ് കിട്ടുന്നത്. ഇതിൽ c എന്ന് പറയുന്നത് നമ്മുടെ ആർബിറ്ററി കോൺസ്റ്റന്റ് ആണ്. നമ്മൾ അല്ലെങ്കിൽ ഇതിനെ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വിളിക്കും. നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് ഈ സി എന്ന് പറയുന്നത്. അത് നമ്മൾ ഏത് ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ കോൺസ്റ്റന്റ് ഉണ്ടാവും. അതിനെ നമ്മൾ ഒന്നെങ്കിൽ ആർബിറ്ററി കോൺസ്റ്റന്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എന്ന് വിളിക്കും. അപ്പം നമ്മൾ ഈ ഇന്റഗ്രൽ gx പ്ലസ് dxനെ നമ്മൾ ക്യാപിറ്റൽ gx വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈ h of y is equal to 1 ആകുമ്പോഴുള്ള നമ്മുടെ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് y is equal to gx plus c എന്നായിരിക്കും നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ അതാണ് നമ്മുടെ കേസ് 1. അടുത്തതായിട്ട് നമ്മൾ കേസ് 2 ആണ് നോക്കുന്നത്. കേസ് 2 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ h of y 1 അല്ല. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് dy by dx is equal to gx into hy എന്നുള്ള ഫോമിലായിരുന്നു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. ഇവിടുത്തെ hy 1 അല്ല. നമ്മൾ ആ hyനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, dxനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളിവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 എന്നുള്ള ആ ഇക്വേഷൻ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ 1. അതിനെ നമുക്ക് 1 by hy into dy is equal to gx into dx എന്നുള്ള ഫോമിൽ എഴുതാൻ പറ്റും. നമ്മൾ hyനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, dxനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണിത്. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വൈയിലെ ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ, അതേസമയം റൈറ്റ് ഹാൻഡ് സൈഡിൽ എക്സിലുള്ള ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 2 സൈഡ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. Integrating both sides, we obtain integral py dy is equal to integral gx dx plus c. ഇവിടുത്തെ py എന്ന് പറയുന്നത് 1 by hy ആണ്. 1 by hy നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചതേ ഉള്ളൂ py.
പിന്നെ ഈ സി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. അപ്പം നമ്മുടെ ഇക്വേഷൻ 2 ഈസ് ഈക്വൽ ടു HY ഈസ് ഈക്വൽ ടു GX പ്ലസ് C. നമ്മുടെ HY എന്ന് പറയുന്നത് ഇന്റഗ്രൽ PY DYനെ നമ്മൾ വിളിക്കുന്നതാണ് HY എന്നും, ഇന്റഗ്രൽ GX DXനെ വിളിക്കുന്നതാണ് നമ്മൾ ക്യാപിറ്റൽ GX എന്നും വിളിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഈ ഇക്വേഷൻ 2നെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ HY നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മുടെ ഈ സെപ്പറബിൾ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഈ ഫോമിലായിരിക്കും ഉള്ളത്. HY ഈസ് ഈക്വൽ ടു GX പ്ലസ് C എന്നുള്ള ഈ ഫോമിലായിരിക്കും നമ്മുടെ സെപ്പറബിൾ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉള്ളത്. അപ്പം നമുക്ക് അടുത്തായിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മളുടെ എക്സാമ്പിളിൽ പറഞ്ഞേക്കുന്നത് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 10 ഇൻറ്റു y ഇൻറ്റു y ഡാഷ് പ്ലസ് 3x ഈസ് ഈക്വൽ ടു 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ dy/dx എന്നുള്ള ഫോമിൽ എഴുതുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 10y ഇൻറ്റു dy/dx പ്ലസ് 3x ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് സെപ്പറബിൾ ഇക്വേഷൻ ആണെന്ന് തോന്നണമെന്നില്ല. അപ്പം നമ്മൾ ഇതിനൊരു സെപ്പറബിൾ ഇക്വേഷൻ ആക്കാൻ പറ്റുമോ എന്നാണ് ആദ്യമേ നോക്കേണ്ടത്. നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഈ 3xനെ ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പം എങ്ങനെ വരും? 10y ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു മൈനസ് 3x എന്ന് കിട്ടും. അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഈ dxനെയും കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y മാത്രവും റൈറ്റ് ഹാൻഡ് സൈഡിൽ x മാത്രമായിട്ട് കിട്ടും. നമ്മുടെ കേസ് 2 പോലെ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും 10y dy ഈസ് ഈക്വൽ ടു മൈനസ് 3x dx എന്നുള്ള ഫോമിൽ കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ കേസ് 2ൻ്റെ ഫോമാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഇൻ്റഗ്രൽ 10y dy ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ 3x dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് എന്താണ്? 10 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ഇൻ്റഗ്രൽ y എന്ന് പറയുന്നത് y²/2 ആണ്. അപ്പം 10 ഇൻറ്റു y²/2 ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. അപ്പം -3 ഇൻറ്റു എക്സിൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും x²/2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം 10y²/2 ഈസ് ഈക്വൽ ടു -3x²/2 പ്ലസ് നമ്മുടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോൺസ്റ്റന്റ്, നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ്, ആ കോൺസ്റ്റന്റും കൂടെ നമ്മൾ ഇടണം. അത് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 5y² ഈസ് ഈക്വൽ ടു -3x²/2 പ്ലസ് c എന്നുള്ളതായിരിക്കും നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് 5y² ഈസ് ഈക്വൽ ടു -3/2x² പ്ലസ് c. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഇക്വേഷൻ കിട്ടുമ്പോഴത്തേക്ക് സോൾവ് ചെയ്യുന്നത്. നമുക്ക് തരുമ്പോഴേ നമുക്കത് സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് തോന്നണമെന്നില്ല. അപ്പം നമ്മൾ അതിന് സെപ്പറബിൾ ആക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആദ്യമേ നോക്കണം. അങ്ങനെ പറ്റുമെങ്കിൽ നമ്മൾ ഈ മെത്തേഡിൽ സോൾവ് ചെയ്യണം. നമ്മളിപ്പോൾ കണ്ട മെത്തേഡിൽ സോൾവ് ചെയ്യണം. നമ്മുടെ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx ഈക്വൽ ടു 1 + y². അപ്പം നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇവിടെ നമുക്ക് എക്സിൻ്റെ ടേം ഒന്നും ഇല്ല. അപ്പോൾ ഇത് hx ഈക്വൽ ടു 1 എന്നുള്ള ഫോമാണ്, അതായത് നമ്മുടെ കേസ് 1 എന്നുള്ള ഫോമാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സെപ്പറബിൾ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് കേസ് 1 ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ y ഉള്ള ടേംസിനെല്ലാം അല്ലെങ്കിൽ y ഉള്ള ഫംഗ്ഷൻസിനെല്ലാം ഒരു സൈഡിലേക്കും കൊണ്ടുവരണം, എക്സ് ഉള്ളതിനെല്ലാം വേറൊരു സൈഡിലേക്കും കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ y ഉള്ളതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവരുന്നു, എക്സ് ഉള്ളതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് dy/1 + y² ഈസ് ഈക്വൽ ടു dx എന്നാണ് കിട്ടുന്നത്. ഈ ഫംഗ്ഷനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവന്നു, നമ്മുടെ dxനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുപോയി. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതിനെ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് ഇൻ്റഗ്രൽ dy/1 + y² ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ dx. നമുക്ക് ഇൻ്റഗ്രൽ 1/y², dy/1 + y²ൻ്റെ ഫോർമുല എന്താണെന്ന് അറിയാം. ഇത് tan ഇൻവേഴ്സ് y-യുടെ ഇൻ്റഗ്രലാണ്. ഇത് ഇൻ്റഗ്രൽ ഓഫ് dy/1 + y² നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് tan ഇൻവേഴ്സ് y ആണ് കിട്ടുന്നത്. അപ്പോൾ tan ഇൻവേഴ്സ് y ഈസ് ഈക്വൽ ടു x + c എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ y എങ്ങനെയായിരിക്കും? y ഈസ് ഈക്വൽ ടു tan x + c എന്നുള്ള ഫോമിലായിരിക്കും നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു tan x + c എന്നുള്ള ഫോമിലായിരിക്കും ഉള്ളത്. അപ്പം നമുക്ക്
അടുത്തതായിട്ട് ഒരു എക്സസൈസ് നോക്കാം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy by dx plus 2xy is equal to 0. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സെപ്പറബിൾ ഫോമിലാണോ എന്ന് നോക്കണം. സെപ്പറബിൾ ഫോമിൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ സെപ്പറബിൾ ഫോമിലേക്ക് ആക്കണം. ഇവിടെ നമ്മൾ ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യും? dy by dx ഈക്വൽ ടു -2xy എഴുതിയാൽ മതി. അപ്പം നമുക്ക് ഇതിനെ സെപ്പറബിൾ ഫോമിലേക്ക് കൊണ്ടുവരാനായിട്ട് എളുപ്പമുണ്ട്. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്താൽ മതി. അപ്പം നമുക്ക് സൊല്യൂഷൻ കിട്ടും. അടുത്തതായിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ കൂടെ ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ y0 is equal to 0 എന്നുള്ള കണ്ടീഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ a into y dash എന്ന് പറയുമ്പോൾ dy by dx a into dy by dx is equal to b minus ky. അപ്പോൾ ഇത് നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവിടെ എക്സിന്റെ ടേം ഒന്നും ഇല്ല. അപ്പം ഇവിടെ ആകെ ഉള്ളത് ഒരു വൈയുടെ ഫംഗ്ഷനാണുള്ളത്. ബി മൈനസ് കെ വൈ എന്നുള്ള വൈയുടെ ഒരു ഫംഗ്ഷനാണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവരും, നമ്മുടെ ഡി എക്സിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എയും ബിയും കെയും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. ആകെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത് വൈയും എക്സും മാത്രം നമുക്ക് ഇവിടെ ഫംഗ്ഷൻസ് ആയിട്ട് വരുള്ളൂ, അല്ലെങ്കിൽ വേരിയബിൾസ് ആയിട്ട് വരുള്ളൂ. അപ്പം നമ്മുടെ വൈ എന്ന് പറയുന്ന ബിയും കെയും എയും ഒക്കെ കോൺസ്റ്റൻസ് ആണ്. അപ്പം നമുക്ക് വൈയുടെ ടേംസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവരാം, എക്സിന്റെ ടേംസിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുപോകുക. അപ്പം നമുക്ക് കിട്ടുന്നത് a into dy divided by b minus ky is equal to dx എന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റിംഗ് we get integral a dy by b minus ky is equal to integral dx. അപ്പോൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അത് നമുക്ക് ഇന്റഗ്രലിന്റെ പുറത്ത് കൊണ്ടുവരാം. പിന്നെ പോയിട്ട് dy by b മൈനസ് കെ വൈ എന്നുള്ള ഫോമിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇന്റഗ്രൽ ഓഫ് 1/x എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഇന്റഗ്രൽ ഓഫ് dy by y എന്ന് പറയുന്നത് log y ആണെന്ന് നമുക്കറിയാം. ഇന്റഗ്രേഷന്റെ ഇക്വേഷൻ വഴി നമുക്കറിയാം. അപ്പം ഇവിടെ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. അപ്പം a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് പുറത്ത് കിടക്കുന്നു. ഇൻറ്റു ലോഗരിതം ഓഫ് b മൈനസ് കെ വൈ. അവിടെ കൊണ്ട് തീർന്നില്ല, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. ഇതിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് മൈനസ് കെ ആണ് കിട്ടുന്നത്. അപ്പൊ അതിനെ നമ്മളിവിടെ ഡിവൈഡും ചെയ്യണം. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് -a/k ഇൻറ്റു ലോഗ് b മൈനസ് കെ വൈ എന്നാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്, x പ്ലസ് ആർബിറ്ററി കോൺസ്റ്റന്റ് c. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് which is implies -a/k log b minus ky is equal to x plus c എന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഇനിഷ്യൽ വാല്യൂ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ വാല്യൂ കണ്ടീഷൻ എന്താണ്? y(0) is equal to 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് എക്സിന് 0 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വൈയുടെ വാല്യൂ 0 തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് y ഉള്ളിടത്തും 0 കൊടുക്കണം, എക്സ് ഉള്ളിടത്തും 0 കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് -a/k ഇൻറ്റു ലോഗ് ബി. y എന്ന് പറയുന്നത് 0 ആണ്, അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. അപ്പൊ ലോഗ് ബി ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 0 ആണ്, അപ്പൊ സി. അപ്പൊ നമുക്ക് സി ആയിട്ട് കിട്ടുന്നത് -a/k ഇൻറ്റു ലോഗ് ബി ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ആർബിറ്ററി കോൺസ്റ്റന്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിന്റെ യുണീക് സൊല്യൂഷൻ എഴുതായിരുന്നു. അപ്പൊ ഇതിന്റെ യുണീക് സൊല്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? യുണീക് സൊല്യൂഷൻ ഈസ് -a/k ഇൻറ്റു ലോഗ് ബി മൈനസ് കെ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സിയുടെ അവിടെ നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ a/k ഇൻറ്റു ലോഗ് ബി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കാം. അപ്പം നമുക്ക് കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് -a/k ഇൻറ്റു ലോഗ് ബി മൈനസ് കെ വൈ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് a/k ലോഗ് ബി എന്നാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ ചെയ്യാൻ പറ്റുന്ന എന്താണ്? നമുക്ക് ഈ a/k ലോഗ് ബിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പം നമുക്ക് -a/k ലോഗ് ബി മൈനസ് കെ വൈ പ്ലസ് a/k
ലോഗ് ബി ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എ ബൈ കെനെ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? എ ബൈ കെനെ മൈനസ് എ ബൈ കെനെ നമുക്ക് പുറത്തെടുക്കാം. അപ്പം നമുക്ക് മൈനസ് എ ബൈ കെ ഇൻറ്റു ലോഗ് ബി മൈനസ് കെ വൈ മൈനസ് ലോഗ് ബി ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓൾറെഡി അറിയാം ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറയുന്നത് ലോഗ് എ ബൈ ബി ആണ്. അപ്പം നമ്മൾ ആ ഫോർമുല ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൈനസ് എ ബൈ കെ ഇൻറ്റു ലോഗ് ബി മൈനസ് കെ വൈ ബൈ ബി. ഇവിടെ നമ്മുടെ എ ആയിട്ട് ബി മൈനസ് കെ വൈനെയും ബി ആയിട്ട് ബിനെ തന്നെ എടുത്താൽ മതി. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് കിട്ടും. നമുക്ക് ഇതിവിടെ നോക്കാം. നമുക്ക് ഈ എ മൈനസ് എ ബൈ കെനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് എ ബൈ കെനെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്നത് ലോഗ് ബി മൈനസ് കെ വൈ ഡിവൈഡഡ് ബൈ ബി. ലോഗ് ബി മൈനസ് കെ വൈ ഡിവൈഡഡ് ബൈ ബി ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് കെ ബൈ എ എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്കിനി ഇവിടെ ലോഗരിതാണ്, അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആണ്. അപ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലോഗരിതം പോകും. ലോഗരിതവും എക്സ്പൊണൻഷ്യലും ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ലോഗരിതം അപ്പോൾ പോകും. അപ്പം നമുക്ക് ബി മൈനസ് കെ വൈ ബൈ ബി എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ബിയും ബിയും ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ട് 1 മൈനസ് കെ വൈ ബൈ ബി എന്നാണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ് കെ ബൈ എ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കെ വൈ ബൈ ബിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം. നമുക്ക് y ഈസ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. y ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമുക്ക് 1 മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കെ ബൈ എ ഇസ് ഈക്വൽ ടു കെ വൈ ബൈ ബി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് ബി ബൈ കെ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കെ ബൈ എ ഈസ് ഈക്വൽ ടു വൈ എന്നാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബി ബൈ കെ ഇൻറ്റു ഇത് കെ ആണ്, ബി ബൈ കെ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് കെ ഡിവൈഡഡ് ബൈ എ. ഇതാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടുന്നത് ഇതാണ്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് ഇവിടെ ആർബിറ്ററി കോൺസ്റ്റൻസ് ഒന്നുമില്ല. ആർബിറ്ററി കോൺസ്റ്റൻസ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ആർബിറ്ററി കോൺസ്റ്റന്റിന് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ്, ജനറൽ സൊല്യൂഷൻ അല്ല, പർട്ടിക്കുലർ സൊല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്കൊരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിനുള്ള എക്സസൈസും കൂടെ നോക്കാം. സോൾവ് ദ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം L I dash plus R I is equal to 0, I of 0 is equal to I naught, where L and R are constants and I is the dependent variable depending on the time t. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് L ഇൻറ്റു ഐ ഡാഷ് പ്ലസ് ആർ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഇവിടുത്തെ എല്ലും ആറും കോൺസ്റ്റൻസ് ആണ്. അതേപോലെ തന്നെ ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഐ എന്ന് പറയുന്ന വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ടൈമിലാണ്. അപ്പം നമ്മുടെ ഐ ഡാഷ് എന്ന് പറയുന്നത് ഡി ഐ ബൈ ഡി ടിനെയാണ് നമ്മൾ ഐ ഡാഷ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി പ്ലസ് ആർ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിലാണുള്ളത്. ഇവിടുത്തെ എല്ലും ആറും കോൺസ്റ്റൻസ് ആണ്. അപ്പം ഇതിനെ നമുക്കൊരു സെപ്പറബിൾ ഇക്വേഷൻ ആക്കി മാറ്റാനായിട്ടും പറ്റും. ഇതിനെ സെപ്പറബിൾ ഇക്വേഷൻ ആക്കി മാറ്റുക. പിന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു ഐ നോട്ട് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ടി ഉള്ള സ്ഥലത്തെല്ലാം 0 ഇട്ട് കൊടുക്കണം. അങ്ങനെ ടി ഉള്ള സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഐ ഉള്ള സ്ഥലത്ത് നമ്മൾ ഐ നോട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഐ എന്ന് പറയുന്നത് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ഐ ഓഫ് 0 ഈസ് ഈക്വൽ ടു ഐ നോട്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ടിക്ക് 0യും ഐക്ക് ഐ നോട്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജനറൽ സൊല്യൂഷൻ മാറി നമുക്കൊരു പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടും. അപ്പം ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു.